ഹായ് ഗൈസ്, ഡ്രസ് ഐറ്റം ഷോർട്ട് പുട്ട്. ഞാൻ ഷോർട്ട് പുട്ട് അറിയാൻ പോവുക. രണ്ടാം ദിവസം രാവിലെ തന്നെ നമ്മുടെ ത്രോ ഇവന്റായ ഷോർട്ട് പുട്ട് നമുക്കുണ്ടായിരുന്നു. നമ്മുടെ സ്പോട്ടിലെത്തിയപ്പോഴും മനസ്സിലായി കുറേ പേരുണ്ടെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ഞങ്ങൾ അത്യാവശ്യം നല്ലപോലെ ട്രൈ ചെയ്തെങ്കിലും വിചാരിച്ച പോലെ പ്രൈസ് ഒന്നും അടിക്കാൻ പറ്റിയില്ല. പിന്നെ ഷോർട്ട് പുട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലവും കാണാൻ പോയി. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേക്ക് ആളെന്താ ഇത്ര എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ആഡ് കണ്ടിട്ടില്ല. ആൾക്കൊരു ഹൈജം ഉണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ചാടാൻ. അതുവഴിയെ കാണിച്ചു തരാം. ബിരിയാണി ഉള്ള ഇഷ്ടപ്പെട്ടില്ല. പോരാ പുള്ളികള്. ഫുഡ് കഴിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നേരെ സ്റ്റേഡിയത്തിലോട്ട് പോയി ഹൈ ജമ്പ് കാണാൻ. ഗൈസ്, നമ്മുടെ കോളേജിൽ നിന്ന് റെക്കോർഡ് അല്ലേ? സുഹൃത്തുക്കളായ ചതിയന്മാരാവരുതടാ. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. വൈകിട്ടായപ്പോഴത്തേക്ക് സ്റ്റേഡിയത്തിന്റെ പൊക്കത്ത് പോയി കുറച്ചു നേരം ഇരുന്നിട്ട് പിന്നെ ഒരു ചായ കുടിക്കാൻ പോയി. ഈ ചൂട് കാലത്ത് ചൂട് ചായയും തെർമൽസ് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇച്ചിരി ഹോട്ടാക്കി. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റേഡിയത്തിന്റെ അടുത്ത് അൺലിമിറ്റഡ് ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ നമ്മളെ കൊണ്ടുപോയി അങ്ങോട്ട്. ഇവിടെ എന്താ പഴം കൈ പിടിച്ചോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അൺലിമിറ്റഡ് ബിരിയാണിയുടെ കൂട്ടത്തിൽ പഴവും ഒരു ഗ്ലാസ് ലൈമും ഫ്രീ ആണ്. പഴം ഫ്രീ ഇട്ടിട്ടുണ്ട്. വൈബിന്റെ പഴം, ചെറുപഴം. കേട്ടില്ല, ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടുപിടിച്ച ഹോട്ടലായിട്ട് പറയാമല്ലോ. നല്ല ചോറ് വന്നിട്ടില്ല. ചോറ് വന്നിട്ട് കിട്ടില്ല. സാധനം കൊള്ളാം. നമുക്ക് പായസമൊക്കെ ഉണ്ട് കേട്ടോ. പായസം ഐസ് എടുത്തി, കോഴിക്കോട് ഐസ് എടുത്തിട്ടുള്ള ഐസ് എടുത്ത് പോലെ കൊള്ളാം. നമുക്കിവിടെ അൺലിമിറ്റഡ് ബിരിയാണിയാണെന്ന് പറഞ്ഞാലും ബിരിയാണി റൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ അൺലിമിറ്റഡ്. പിന്നെ എക്സ്ട്രാ റൈസ് മേടിക്കേണ്ടി വരത്തില്ല, കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. മാനവീയ നീതി. ഇവിടെ തിരുവനന്തപുരത്ത് എനിക്ക് അറിയാവുന്നതും ഞാൻ ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോഴും ഇവിടെ ആകെയുള്ള നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആണെന്ന് എല്ലാവരും പറഞ്ഞു. മാനവീയ വീതി എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ഫസ്റ്റ് നൈറ്റ് ലൈഫ് സ്ട്രീറ്റ് ആണ്. പക്ഷെ ഇവിടെ ആകെ ഒരു ചായക്കട ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ചായ മേടിച്ചുകൊണ്ട് നമ്മൾ നേരെ ദംശരാസ് കളിക്കാൻ കയറി. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ദിവസം, അതായത് ലാസ്റ്റ് ദിവസം, നമ്മൾ സ്റ്റേ ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. നേരെ സ്റ്റേഡിയത്തിൽ കൊണ്ട് ബാഗ് വെച്ചിട്ട് പിന്നെ കുറച്ച് ഇവന്റ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവന്റ് ആയിരുന്നു ലാസ്റ്റ് ഇവന്റ്. അങ്ങനെ ഈ ഇവന്റ് കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ 3 ദിവസത്തെ സ്പോർട്സ് ജീവിതം മതിയാക്കി നമ്മൾ നേരെ നമ്മുടെ നാടായ ആലപ്പുഴയിലോട്ട് തിരിച്ച്.